ഹായ് ഫ്രണ്ട്സ്, ഇപ്പം പൈനാപ്പിളിൻ്റെയൊക്കെ സീസണാണ്. ഇപ്പം പൈനാപ്പിളൊക്കെ ധാരാളം കിട്ടുന്ന സമയമായതിനാൽ ഇപ്പം നമുക്ക് ഒത്തിരി പൈനാപ്പിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം 3-4 പൈനാപ്പിൾ ഒരുമിച്ച് പഴുത്തെങ്കിൽ നമുക്കത് ജാമാക്കുകയോ അല്ലെ പൈനാപ്പിൾ കൊണ്ട് ഇപ്പോൾ ഒത്തിരി വിഭവങ്ങളുണ്ടാക്കുമല്ലോ, പച്ചടി, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടാക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് പൈനാപ്പിൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി എടുത്താണ്. അപ്പം കുറച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വേവിക്കാൻ വെച്ചു. എന്നുവെച്ചാൽ വെള്ളം വറ്റുന്നിടം വരെ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. പൈനാപ്പിളിനകത്ത് തന്നെ നല്ല ജ്യൂസ് ഇറങ്ങി വരുന്നുണ്ട്. ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ചു വെക്കാം, അല്ലെ തുറന്ന് വെച്ച് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് വെള്ളം വറ്റുന്നിടം വരെ മതി. എന്നിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം നമുക്കിത് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കാൻ, പൈനാപ്പിൾ പച്ചടി, അല്ലെങ്കിൽ ബ്രെഡിനകത്തൊക്കെ ജാമാട്ട്, ചപ്പാത്തിയിലൊക്കെ ജാമാട്ടൊക്കെ അങ്ങനെ നമുക്കിത് അകത്ത് വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പം വളരെ ടേസ്റ്റിയുമാണ്. നമ്മളധികം മധുരമൊന്നും ചേർത്തിട്ടില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടാണ്, ഫ്രൂട്ടാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇവത്തിൽ കുറച്ചെടുത്ത് ബിരിയാണിക്കൊക്കെ ചേർത്താൽ മതി. അപ്പം നല്ല ബിരിയാണിക്കകത്ത് നല്ല സ്മെല്ലും കിട്ടും, ടേസ്റ്റും കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.